പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ആ പ്രതികരണം നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഓഗസ്റ്റ് 19-നാണ്. അതിനുശേഷം ഓഗസ്റ്റ് 31-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവുമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ മോഹൻലാൽ രംഗത്ത് വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? മലയാള സിനിമയിലെ വനിതകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 2017 സംസ്ഥാന സർക്കാർ രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി. ഹേമയുടെ നേതൃത്വത്തിലുള്ള ഈ വിദഗ്ധ സമിതി. അവർ 2019 വരെ അത് ആ വിഷയങ്ങൾ പരിശോധിച്ചു. അത് 2024 വരെ സർക്കാർ പൂഴ്ത്തിവെച്ചു. അവസാനം വിവരാവകാശ കമ്മീഷനെയും കോടതിയിലേക്ക് ഇടപെടലിലൂടെ അത് പുറത്തു വന്നു. അത് പുറത്തു വന്നപ്പോൾ വലിയൊരു വിസ്ഫോടനം പൊതുസമൂഹത്തിലുണ്ടായി. എന്താണ് അതിൻ്റെ കാരണം? സ്ത്രീകൾ അതിഭീകരമായി സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ സ്ത്രീകൾ വലിയ തോതിലുള്ള തൊഴിൽ വിവേചനം ആ മേഖലയിൽ നേരിടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ടെന്നൊക്കെ ഉള്ള വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമല്ല, മലയാള സിനിമാ രംഗം ഏതാനും പേരടങ്ങുന്നൊരു മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണ് എന്നുള്ള വിഷയവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. ആ റിപ്പോർട്ട് 2-3 ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ റിപ്പോർട്ടിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടായി കേരളത്തിൽ. ഏതാണ്ട് 2 ഡസനോളം വനിതകൾ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ തങ്ങൾ നേരിട്ട ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ഇത് വലിയ ഒരു വലിയ ഞെട്ടലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്. അവർക്കൊക്കെ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നപ്പോൾ കിട്ടിയ ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വെളിപ്പെടുത്തലുമായി പുറത്തു വന്നത്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിനെ തുടർന്ന് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതിനെ തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്ന സിനിമാ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെതിരെ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി സിദ്ദിഖിന് രാജിവെച്ച് പോകേണ്ടി വന്നു. മുകേഷ് എന്ന് പറഞ്ഞ CPM-ൻ്റെ MLA വലിയ സമ്മർദ്ദത്തിലാണ്. രാജിവെക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. വലിയ സമ്മർദ്ദത്തിലാണ്. അതുപോലെ തന്നെ പല നടന്മാർക്കെതിരെയും വലിയ വെളിപ്പെടുത്തലുകളുണ്ടായി. ഇതിൻ്റെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്ന് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള AMMA എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ച് പോകേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള സംഭവവികാസങ്ങൾ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് നമ്മൾ കണ്ടു. ഇതുണ്ടായിട്ട് ഏതാണ്ട് ഒരു 10-12 ദിവസമായിട്ടും ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളുടെ പൊടി പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പല പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ പത്രപ്രവർത്തകരെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായി. എന്നാൽ അയാൾ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അയാൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതിന് അമ്മയെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് അയാൾ ചോദിക്കുന്നു. ഇത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് പരിഹരിച്ചുകൂടെ എന്ന് അയാൾ ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, അയാൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന കേരളത്തിലെ സിനിമാ വ്യവസായത്തെ തകർക്കരുത്. ഇതാണ് അയാളുടെ പ്രധാനപ്പെട്ട വാദം. നമുക്ക് ആ വാദത്തിൽ നിന്ന് തന്നെ നമ്മുടെ വിശകലനം ആരംഭിക്കാം എന്നാണ് എനിക്ക്. നമുക്കറിയാം, 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ സിനിമാ മേഖല, സിനിമാ വ്യവസായം. ആ സിനിമാ വ്യവസായം ഇത്രയും വലിയ പ്രതിസന്ധിയിൽപ്പെട്ടതിൻ്റെ കാരണം എന്താ സുഹൃത്തുക്കളെ? കാരണം എന്താ? കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാധ്യമ വിശകലനമാണോ? ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണോ ഇത് പ്രതിസന്ധിയിലായത്? അല്ല. ഇത് പ്രതിസന്ധിയിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ സിനിമാ രംഗത്തെ പ്രബലരായിട്ടുള്ള ചില നടന്മാർ സ്ത്രീകളെ അതിഭീകരമായി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ള വിഷയം പുറത്തു വന്നതല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിദ്ദിഖ് മുതൽ എത്രയോ പേർക്കെതിരെ, എത്രയോ സിനിമാ നടന്മാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകളല്ലേ സമൂഹത്തിൽ ചർച്ചയായത്? ആ ചർച്ചയായതിനെ തുടർന്നിട്ടല്ലേ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായത്? എന്നിട്ട് ഇവർ പറയുന്നത് എന്താ? എല്ലായിടത്തും ചൂഷണമില്ലേ എന്നാണ്. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എല്ലായിടത്തും ചൂഷണമുണ്ട് എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിൽ ചൂഷണം നമുക്ക് അനുവദിക്കാൻ പറ്റും സുഹൃത്തുക്കൾ? ഒന്ന്. 2, എല്ലായിടത്തും ചൂഷണം പോലെ അല്ല സിനിമാ മേഖലയിലെ ചൂഷണം. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് തൊഴിലുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈംഗികമായി ചൂഷണത്തിന് വിധേയരാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും സർക്കാരിലൊരു ഉദ്യോഗമോ അല്ലെങ്കിൽ സ്കൂളിലെ എന്തെങ്കിലും ഉദ്യോഗമോ, ആ ഉദ്യോഗമൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകേണ്ട ആവശ്യമില്ല. ഇനി അത്തരം ജോലികൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമായാൽ ആകുന്നു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ പോലും
ഒരു 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 ഘട്ടത്തിൽ ചിലപ്പോൾ അതിന് വിധേയമാകേണ്ടി വന്നേക്കാം, നമുക്കറിയില്ല, ചിലപ്പോൾ വിധേയമാകേണ്ടി വന്നു. പക്ഷേ സിനിമയിൽ അങ്ങനെയാണോ? സിനിമയിൽ എല്ലാ ഘട്ടത്തിലും ലൈംഗിക ചൂഷണത്തിന് വിധേയമാകേണ്ടി വരികയില്ലേ? പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ നിർമ്മാതാക്കൾ വരെയുള്ളവരുടെ ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരാകേണ്ടി വരികയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലായിടത്തും ഉള്ളതാണ് സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റല്ലേ? രണ്ട്, ഈ മോഹൻലാലിനെ പോലുള്ള നടന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ലേ സിനിമാ മേഖലയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്? അപ്പോൾ ഇവരല്ലേ പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചത്. ആ പ്രതിസന്ധി ഉണ്ടാക്കി വെച്ച ഇവർ, ആ പ്രതിസന്ധി അവരുണ്ടാക്കി വെച്ചതിന് ശേഷം അവർ മാറി നിന്നുകൊണ്ട് ഈ വ്യവസായത്തെ തകർക്കരുത് എന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധവും വിഡ്ഢിതരല്ലേ സുഹൃത്തുക്കളെ? ഇവരല്ലേ ഇതിന് കണക്ക് പറയേണ്ടത്? എന്നിട്ട് പറയുകയാണ് ഞാൻ AMMയുടെ സ്ഥാനം രാജിവെച്ചു. AMMയുടെ സ്ഥാനം രാജിവെക്കില്ലോ എന്നുള്ളത് നമുക്ക് വിഷയമാണ് സുഹൃത്തുക്കൾ. തെറ്റ് തിരുത്തി എന്നാണ് പറഞ്ഞത്. എന്ത് തെറ്റാണ് ഇയാൾ തിരുത്തിയത്? ഇയാൾ അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമോ ഇരിക്കുന്നില്ല എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നമുക്ക് വിഷയമല്ല. സിനിമാ മേഖലയിൽ നടന്നിരിക്കുന്ന ലൈംഗിക ചൂഷണം, അവിടെ നടന്നിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടെ നടന്നിട്ടുള്ള മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം, ഇതൊക്കെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളെക്കുറിച്ച് മോഹൻലാലിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് പറയാതെ ഈ തെറ്റായ പ്രവണതകൾക്ക് എല്ലാം കൂട്ടുനിന്നതിന് ശേഷം, അതിൻ്റെ എല്ലാം ഭാഗവാക്കായതിനു ശേഷം, ഈ മാഫിയ സംഘങ്ങളുടെ ഭാഗവാക്കായതിനു ശേഷം, അതിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ തകർത്തതിന് ശേഷം, ആ തകർത്തതിൽ പ്രമുഖ പങ്കുവഹിച്ചിട്ടുള്ള മോഹൻലാൽ മാറി നിന്നുകൊണ്ട് ഇത് വ്യവസായത്തെ തകർക്കരുതെന്നും പറഞ്ഞ് മോങ്ങുകയല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ ഇയാളല്ലേ. ഇയാൾ അമ്മയുടെ AMM എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. ഇയാൾ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയല്ലേ വേണ്ടത്. സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചിട്ട് ഇയാളുടെ അഭിപ്രായം എന്താ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രേവതി കഴിഞ്ഞ ദിവസം മറ്റേ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞെന്താ? കാരവനിൽ വെച്ച് സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, അത് മൊബൈലിലാക്കുന്നു, എന്നിട്ട് സെറ്റിലിരുന്ന് പുരുഷന്മാരത് കണ്ട് രസിക്കുന്നു, ഓരോ സ്ത്രീകൾക്കും ഓരോ ഫോൾഡർ എന്നുള്ള നിലയിൽ വരെ അവർ പറഞ്ഞിരിക്കുകയല്ലേ. അത്തരത്തിൽ നടക്കുന്ന അതിഭീകരവും ഭയാനകവുമായിട്ടുള്ള ലൈംഗിക ചൂഷണം. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ഒരു സ്ത്രീ എത്ര ഭീകരമായിട്ടുള്ള ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണങ്ങളെക്കുറിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ നടൻ എന്താണ് പറയാനുള്ളത് എന്നയാൾ പറയുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇയാളുടെയും സിദ്ദിഖിൻ്റെയും ഇയാളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നടന്മാരുടെയും ഒക്കെ തെറ്റായ പ്രവർത്തനം കൊണ്ടാണ് മലയാള സിനിമാ രംഗത്ത് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായത്. ആ വ്യവസായം തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവരാണ്. ആ കാരണക്കാരായിട്ടുള്ള ഇവർ അത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിന് പകരം ആ വ്യവസായത്തെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം അവർ മാറി നിന്നുകൊണ്ട് വ്യവസായത്തെ തകർത്തു എന്ന് പറഞ്ഞ് മൂങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹാനടന്മാരുടെ ഈ കൾപ്പബിലിറ്റി, അവരും ഈ കുറ്റകൃത്യത്തിൽ ഭാഗവാക്കാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഈ മലയാള സിനിമാ രംഗത്തെ ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനി വരും ദിവസങ്ങളിലും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരൊക്കെ ഇതിനകത്ത് കൂട്ടുപ്രതികളായതുകൊണ്ട് ഇവരൊക്കെ നാളെ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ മലയാള സിനിമാ രംഗം രക്ഷപ്പെടുകയുള്ളൂ. മലയാള സിനിമാ രംഗത്തെ പ്രതിസന്ധിയിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.